കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ പുതിയ വിവാദം ഒരു പുസ്തകമാണ്. ദീദി ദാമോദരൻ എന്ന് പറയുന്നത്. പഴയ തിരക്കഥാകൃത്ത് ടി ദാമോദരന്റെ പുത്രി, ആക്ടിവിസ്റ്റും വനിതാ വിമോചന പ്രവർത്തനങ്ങളിൽ ലിംഗനീതിക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാ അത്തരം പ്രക്ഷോഭങ്ങളിലും പങ്കെടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ആക്ടിവിസ്റ്റാണ് ദീദി. മലബാറിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അവരുടെ പുസ്തകം, അവർ പക്ഷേ മലയാളത്തിന്റെ സർവ്വരാലും ആദരിക്കപ്പെട്ട മഹാ സൂര്യബിംബമായിരുന്ന MT വാസുദേവൻ നായരെ മരിച്ച ദിവസം തന്നെ കൃത്യമായി ഒരു വിമർശനാത്മകമായി കുറിപ്പെഴുതിയ രണ്ടുപേരെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, സാറിന് കൂടുതൽ പെട്ടിരിക്കാം. എൻ്റെ മനസ്സിൽ പെട്ടത് ഒന്ന് ജയദേവികയാണ്. MTയെ രണ്ട് പുരുഷന്മാരാണ് എൻ്റെ ജീവിതം തകർത്തത്, ജീവിതത്തിൽ ഒരാളും സാഹിത്യത്തിൽ ഒരാളും എന്ന് പറഞ്ഞിട്ട് MTക്കെതിരായിട്ട്. മറ്റൊരാള് ദീദിയാണ്. ദീദി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം MTയുടെ ആദ്യ ഭാര്യയും അതിലുള്ള മോളും അവരുടെ സർഗസ് പ്രവർത്തനവും, അത് കഴിഞ്ഞിട്ട് അവർ മരിക്കാൻ കിടക്കുമ്പോൾ പോലും MT അവരെ കാണാൻ തയ്യാറായില്ല എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വസ്തുതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ദീദിയുടെ പുസ്തകം വന്നിരിക്കുന്നു. MT സ്പേസ് എന്ന പുസ്തകം രണ്ടർത്ഥത്തിലും വ്യാഖ്യാനിക്കാവുന്ന കൃത്യമായ MT സ്പേസ് എന്ന് മാത്രമല്ല, ബാഷ്പീകൃതയുടെ 6ാം വിരൽ എന്നൊരു സബ് ടൈറ്റിൽ ഉണ്ടായിന്. അത് ഞാൻ കണ്ടു. ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല. സാറിന് ആ പുസ്തകം രചിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെയുള്ള പശ്ചാത്തലവുമായി ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ വിവാദത്തിന്റെ ഒരു പശ്ചാത്തലം? ഇത് ദീദി ദാമോദരൻ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, എച്ച്മിക്കുട്ടിയും കൂടി എഴുതിയിട്ടുണ്ട്. പുസ്തകം രണ്ട് ഭാഗത്തു നിന്നും തുടങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് ദീദി ദാമോദരനും മറുഭാഗത്തു നിന്ന് എച്ച്മിക്കുട്ടിയും. അങ്ങനെയാണ് ഈ പുസ്തകം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ദീദിയുടെ ഭർത്താവ് പ്രേംചന്ദ് എന്നോട് ചെറിയ കാര്യം ചോദിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ പ്രമീള നായരുടെ ഒരു കഥ നേരത്തെ മലയാള നാടിൽ വന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ അത് ഉണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ MT ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പ്രമീള നായരോട് MT അത്ര നന്നായിട്ടല്ല പെരുമാറി എന്നുള്ള കാര്യം ഞാൻ മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. MT ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ വാനപ്രസ്ഥം എന്ന് പറഞ്ഞ MTയുടെ കഥ മോഷണമാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. മിഷിമയുടെ ആക്ട് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞ കഥ മോഷ്ടിച്ചാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് MT ജീവിച്ചിരിക്കുന്നൊന്നും വിഷയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. MT ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ, പ്രമീള നായരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്ന് തന്നെ അത് പ്രേംചന്ദ് ശ്രദ്ധിച്ചിട്ട് ഒക്കെ ഉണ്ട്, മറ്റേ സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്, മെയിലിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക്, പരിഭാഷക എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മുടെ യൗവനത്തിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് പ്രമീള നായർ. ഞാൻ അറിയാത്ത ആളല്ല. പല ആളുകൾക്കും പ്രമീള നായർ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നല്ല വായനക്കാരൻ എന്ന നിലയിൽ MT ആണോ പ്രമീള നായരാണോ? അല്ലെ, പ്രമീള നായരുടെ ഗുണം സർഗശേഷി ഞാൻ പറയണത്. അല്ല, സർഗശേഷിയില് ഞാനൊന്നും വായിച്ചിട്ടില്ല പ്രമീള. അല്ല, സർഗശേഷിയില് MTയുടെ മുകളിൽ നിന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം അത്രയും അധികമൊന്നും അവർ എഴുതിയിട്ടില്ല. പക്ഷെ അവരൊരു തിരക്കഥയൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു, സിനിമയാക്കണം എന്നൊക്കെയുള്ള താല്പര്യമൊക്കെ ഉണ്ടായിട്ട് ഇത് പലപ്പോഴും ഇതിലൊക്കെ ഇടപെട്ട് MT ഇത് അമർച്ച ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞ് അവര് ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുമ്പോൾ കാണാൻ ആഗ്രഹം തോന്നിയിട്ട് MT പോയിട്ടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. MTയുടെ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു അവര്. ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയില് MTയുടെ കഥകൾ ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നതൊക്കെ ഇവര് പരിഭാഷപ്പെടുത്തിയതൊക്കെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരെ പറ്റിയൊക്കെ ആ കാലത്ത് കേട്ടിരുന്നത് എന്താന്ന് വെച്ചാൽ, ഇവരുടെ വിവാഹം, അതായത് അവർക്കൊരു താമസ സൗകര്യം നഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു താമസ സൗകര്യം വേണമെന്ന് പറഞ്ഞിട്ട് MTയെ വിളിക്കുന്നു, എൻ്റെ കൂടെ വന്ന് താമസിച്ചോളൂ എന്ന് MT പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാൽപ്പനികമായ കഥകളൊക്കെയാണ് കേട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യകാല ലിവിങ് ഇൻ എന്നൊക്കെ പറയാവുന്ന തരത്തിലോ. അപ്പൊ ഇത് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പ്രേംചന്ദ് എനിക്കൊരു മെയിലിൽ സംശയമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ കഥ അതങ്ങനെ ശരിയല്ല എന്നുള്ള മട്ടിലുമൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഒക്കെ ഈ പുസ്തകത്തിലാണ്. ശരിക്കും പ്രമീള നായരും MT ആയിട്ടുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങളൊക്കെ ആദ്യമായിട്ട് വരുന്നത്. കാരണം അത്രയും ഗവേഷണം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിന് പ്രാധാന്യം ഉണ്ട്. പിന്നെ അവര് പലരോടും, ഈ ദീദിയുടെ തന്നെ കുടുംബത്തിലെ പല ആളുകൾക്കും നന്നായിട്ട് അറിയാമായിരുന്നു പ്രമീള നായരെ. അപ്പോൾ ആ കുടുംബപരമായിട്ട് തന്നെ അറിയാവുന്ന
ബന്ധങ്ങളും അങ്ങനെ ഇവര് ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ വിഷയം ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ എന്തായാലും MTയേക്കാൾ കൂടുതൽ ധാരണയും വ്യുൽപ്പത്തിയും നൈപുണ്യവും ഒക്കെ പ്രമീള നായർക്കുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MTക്ക് മറ്റേ 2 ഭാര്യമാരിലുണ്ടായിരുന്ന കുട്ടികളാണല്ലോ ഈ സിതാരയും അശ്വതിയും. ഇവര് രണ്ടുപേരും കൂടി പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. കാശുണ്ടാക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള പുസ്തകമാണിത്. ഞങ്ങളുടെ അച്ഛനെ വെറുതെ തേജോവധം ചെയ്യുന്ന പുസ്തകമാണിത്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. എന്തായാലും ദീദി ദാമോദരനും മെച്ചുമിക്കുട്ടിയും അവർ രണ്ടുപേരും വിപ്ലവകാരികളാണ്. അവരിത് പിൻവലിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ലല്ലോ. പിൻവലിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി അശ്വതിയുടെ അടുത്തും സിതാരയുടെ അടുത്തും ഞങ്ങൾ പുസ്തകം ഒരെണ്ണം പ്രസിദ്ധീകരിക്കാൻ പോവാണ്, കുറച്ച് കാശ് തന്നാലേ ഞങ്ങൾ വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞിട്ട് ആദ്യമേ ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനത്തെ ആളുകളൊന്നുമല്ല അവര്. ചുമ്മിക്കുട്ടി തന്നെ വിപ്ലവകരമായ ജീവിതം നയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് കോടതിയിലേക്ക് അവർ പൊക്കോട്ടെ എന്നുള്ള നിലപാടാണ് ഇവർക്കുള്ളത്. ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദീദി പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ഞങ്ങൾ MT വാസുദേവനെ പറ്റി പുസ്തകം എഴുതിയിട്ടില്ലെന്ന്. പിന്നെ ഈ പെൺമക്കൾക്ക് ഇതിലെന്ത് കാര്യം? ഞങ്ങൾ പ്രമീള നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ പറ്റിയാണ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അവരുടെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇവർ മാത്രമല്ല, ഈ സിതാര ഇത് വായിച്ചിട്ട് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ദീദി പറയുന്നുണ്ട്. ഹിയർസെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട്. കാരണം ഇപ്പോ ശ്രീകുമാർ എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്രം വന്നിട്ടുണ്ട് MTയുടെ. ഇതിൻ്റെ അകത്തും ഈ വിവാഹത്തിനെ പറ്റി, ഇതിനെപ്പറ്റി, ഈ ബന്ധത്തിനെ പറ്റി പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കാണുമല്ലോ. ആ ഭാഗങ്ങൾ ഉണ്ട്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരിതിൻ്റെ അകത്തും എടുത്തിട്ട് അതിന് ഖണ്ഡനം വേണമെങ്കിൽ ഖണ്ഡിച്ചിട്ടൊക്കെ ഉണ്ടാകാം പുസ്തകത്തിന്റെ അകത്ത്. അല്ല, ശ്രീകുമാർ സാറിന്റെ ഒരു വാഴ്ത്ത പുസ്തകമാണല്ലോ. അതെ, ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗവും കൂടി ചേർന്നാലല്ലേ MTയുടെ ജീവിതം പൂർണ്ണാവും. ഏത് ജീവിതത്തിനും ഉണ്ടല്ലോ അങ്ങനെ. MT ഇതിൻ്റെ അകത്ത് ഇതിന്റെ പല കാര്യങ്ങളും ഞാൻ പ്രേംചന്ദുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ചെറിയ എന്നോട് ചോദിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നഷ്ടബോധങ്ങൾ മലയാള നാട്ടിൽ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് വന്ന ഭാഗങ്ങൾ തന്നെ അവരുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് നഷ്ടബോധങ്ങൾ ഞാൻ വന്ന ഭാഗമൊക്കെ വായിച്ചിട്ടുണ്ട് മലയാള നാട്ടില്. പക്ഷെ അത് പെട്ടെന്ന് നിന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ SK നായർക്ക് MT എഴുതിയൊരു കത്തുണ്ട്. ആ കത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഇത് എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മലയാള നാട്ട് SK നായർക്ക് MT എഴുതിയൊരു കത്തുണ്ട്. അപ്പൊ നമ്മള് ഈ MT തന്നെ ആദരിച്ചിരുന്ന ഏണസ്റ്റ് ഹെമിംഗ്വേ പോലുള്ള ആളുകളൊക്കെ ഇല്ലേ, ഇവരുടെയൊക്കെ ജീവിതത്തിനെ പറ്റിയും പിന്നീട് ജീവചരിത്രമൊക്കെ വരുമ്പോ അവർക്ക് ഏതെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഇതൊക്കെ ജീവചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇങ്ങനെ വരുന്നതിൽ എന്താ തെറ്റ്? ഇത്തരം ജീവചരിത്രങ്ങൾ കൂടി കേരളത്തിൽ കൂടുതലായിട്ട് വരണ്ടേ? കുമാരനാശാനെ പറ്റി നല്ലൊരു ജീവചരിത്രത്തിന് ഇനിയും സ്കോപ്പ് ഉണ്ട് മാഷെ. കാരണം പിക്കാസോയുടെ ഒരു ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഓരോ ചിത്രത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്നൊരു പോലെ കുമാരനാശാന്റെ പല കവിതയുടെ പിന്നിലും പല പെണ്ണുങ്ങൾ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ലേ? ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. വേറെ ജീവചരിത്രം ഉണ്ടായിക്കൂടെ? ഇല്ല, ഉണ്ടാവാം. അത് മാത്രമല്ല, ഞാനിപ്പോ സാറിപ്പോ വിശ്വസാഹിത്യത്തിൽ ചില ഉദാഹരണങ്ങൾ എനിക്ക് പരിമിതമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ, ഷേക്സ്പിയറെ വായിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട് കാണാൻ. ഒരു ഭാഗത്ത് ടോൾസ്റ്റോയെ കുറിച്ച് വായിക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളില്ലേ. ടോൾസ്റ്റോയുടെ ഒരു അറിയപ്പെടാത്ത ലോകം എന്ന് പറയുന്ന സാധനം, അതൊക്കെ പുറത്തു വരുമ്പോഴല്ലേ ഇവരൊക്കെ പൂർണ്ണമാകുന്നത്. അങ്ങനെ കണ്ടാൽ മതി അതിനെ. പക്ഷെ എനിക്കിതിൽ മനസ്സിലാവാത്തൊരു ചെറിയ കാര്യമുള്ളത്, സിത്താര പ്രതിഷേധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അശ്വതി എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? അല്ല, അശ്വതിയും അമ്മയെ കുറിച്ച് അപ്പൊ അച്ഛൻ ഫിഗർ മുന്നിട്ട് നിൽക്കുന്നു. കഷ്ടമാണല്ലോ അത്. കാരണം അമ്മ ഒന്നാമത് ഇതിന്റെ അകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്ന ആള് വേറെയും വ്യക്തി എന്ന് പറയുന്ന ആൾ എപ്പോഴും വേറെ ആയിരിക്കുമല്ലോ. എഴുത്തും വ്യക്തി ജീവിതം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഇല്ല, അതിലൊരു കാര്യം കൂടി എനിക്ക് ചേർത്ത് പറയാൻ തോന്നുന്നുണ്ട്. MTക്ക് അപമാനം ഉണ്ടാക്കി എന്നാണ് കുറ്റം. MT എന്ന് പറയുന്ന പ്രതിഭാശാലിയുടെ ജീവിതവും MT എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതവും തമ്മിൽ ബന്ധം വേണം, അത് ഒന്നായി തീരണമെന്ന് ഭൂമിയിൽ ആർക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വന്നാൽ അദ്ദേഹത്തിന്റെ സർഗശേഷി ഇല്ലാതാവുന്നില്ല, കുറയുന്നില്ല. ഇനി എഴുത്ത് തന്നെയും, സാറിപ്പോ വാനപ്രസ്ഥം കോപ്പിയാണ്, വാനപ്രസ്ഥം പ്ലാഗിയാറിസം ആണെന്ന് വാദിച്ച ഒരാളാണ്, അത് സ്ഥാപിച്ച ഒരാളാണ്.
ഒരു എഴുത്തുകാരൻ വിമർശിക്കപ്പെടുന്നത് പോലും അയാൾക്കുള്ള ആദരവാണ്. MT ജീവിച്ചിരിക്കുമ്പോഴാണ് എഴുതിയ മറുപടി കാര്യം. പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്കതിൽ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, MT അപമാനിക്കത്, MT എനിക്ക് തോന്നുന്നു MT മരിച്ചപ്പോ രണ്ടുപേര് വിമർശിച്ചു എന്നും പറഞ്ഞിട്ട് മാഷ് പറഞ്ഞില്ലേ, ഞാൻ ഫേസ്ബുക്കിൽ MTക്ക് എതിരെ എഴുതിയല്ലോ, കാരണം OV വിജയനുമായിട്ടുള്ള അതെ, അന്ന് ഞാൻ ശ്രദ്ധിച്ചു. ബന്ധം ലക്ഷ്മിക്കുട്ടി എഴുതിയിട്ടുണ്ട് അന്ന് തന്നെ. ഈ പറയുന്ന മൂന്ന് പേരെങ്കിലെയാണ് അത് എല്ലാം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട്. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് പറഞ്ഞു, എന്റെ വിമർശനം അതല്ല. MT ആരെങ്കിലും MTയുടെ സർഗശേഷിയെ ഇകഴ്ത്തുന്ന മട്ടിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വായനയിൽ ആദ്യത്തെ ആൾ അശ്വതിയാണ്. എന്താ കാരണം എന്നറിയോ? മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10 സിനിമകൾ അടങ്ങിയ ഒരു സാധനം ചെയ്തില്ലേ. ഒന്നാമത്തെ കാര്യം, MT തന്നെ ചെയ്തു വെച്ച PN മേനോൻ അതിമനോഹരമായി ചെയ്തു വെച്ച ഓളവും തീരവും ഉൾപ്പെടെയുള്ള സിനിമകൾ രണ്ടാമത് മോഹൻലാലിനെ വെച്ച് ചെയ്ത് നശിപ്പിക്കാണ് ഇവർ ചെയ്തത്. ഇവർക്ക് സംവിധായികയാവണം. ആ പണി അറിയാത്തതിന്റെ കുഴപ്പമുണ്ട്. കടുകണ്ണാവ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ യാത്രാവിവരണമാണ്. യാത്രാവിവരണം സിനിമയാക്കാൻ കൊള്ളുമെങ്കിൽ, വല്ലതോ MT എഴുതിയതിൽ സിനിമയാക്കാൻ കൊള്ളുമെങ്കിൽ അത് MT അന്ന് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് MTയുടെ പേരിൽ ഒരു സംവിധായികയാകാൻ ശ്രമിച്ച് അച്ഛന്റെ വില കളഞ്ഞ ഒരു മോളാണ് അശ്വതി. അവരിപ്പോ അവരുടെ അമ്മയെക്കുറിച്ച് ഒരു പുസ്തകം മലയാളത്തിൽ വന്നു എന്നതിന് അത് എഴുതിയ രണ്ടുപേരുടെ പേരിൽ കേസ് കൊടുക്കാൻ. അച്ഛനെ പറ്റിയിട്ടല്ല ബുക്ക്, അച്ഛനെ കുറിച്ചല്ലോ ദീദി പറയുന്നത്. പ്രമീള നായർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയെ പറ്റിയിട്ടുള്ള പുസ്തകമാണിത്. തീർച്ചയായിട്ടും മലയാളത്തിൽ വരേണ്ടത് തന്നെയാണത്. പ്രമീള നായർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയെ പറ്റി ഒരു പുസ്തകം എഴുതുമ്പോ അവരുമായിട്ട് ദാമ്പത്യമോ ലിവിങ് ടുഗദറോ എന്തായിരുന്നു ഒരാളെ പറ്റിയും അതിൽ പരാമർശം വരും. തീർച്ചയായിട്ടും വരുമല്ലോ. നമ്മൾ അപ്പൊ അവരെഴുതിയിരിക്കുന്നത് പ്രമീള നായരുടെ എന്താ മാഷ് MTക്ക് എന്താ 2 കൊമ്പുണ്ടോ? അതെ, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ചോദ്യം തന്നെ അത്. MT വിമർശിക്കപ്പെടാൻ പാടില്ല. അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് സാർ. ഈ MT ഒരു തമ്പുരാനായിട്ട് ജന്മിയായി അദ്ദേഹത്തിന്റെ ഈ 4 കെട്ട് തകരുമ്പോൾ ഇദ്ദേഹം സാഹിത്യത്തിലെ ഒരു 4 കെട്ട് പടുത്തുയർത്തിയിട്ട് അതിന്റെ തലപ്പത്ത് മലയാളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന എഴുത്തുകാരൻ ഒരു അഭിമുഖത്തിൽ ദീനമായി നിലവിളിക്കുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ തലപ്പത്ത് MT വാസുദേവൻ നായർ ഉള്ളപ്പോൾ 40 കൊല്ലം എൻ്റെ ഒരു ചെറുകഥ പോലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. വളരെ സൗമ്യമധുരമായ ഒരു യതീതുല്യമായ ഭാഷയിൽ OV വിജയൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജ്ഞാനപീഠം വേണമെന്ന് വാസുവിന് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ജ്ഞാനപീഠം കമ്മിറ്റിയിൽ വാസുദേവൻ നായരുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ആ ബംഗാളി ഇന്ദിരാ ഗോസ്വാമിക്കോ മറ്റോ ആണ് ജ്ഞാനപീഠം കൊടുത്തത്. അപ്പോ ആസാമിയാണല്ലേ, ആ കൊല്ലാണത്, എനിക്കറിയാവുന്ന ആണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് MTയെ കുറിച്ച് ഈ പറഞ്ഞ മറുവശം കൂടി പറയാനുണ്ടാവും. അത് പറയാനുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ പ്രമീള നായരിലൂടെയോ ആരുടെയെങ്കിലും ഒക്കെ പറയും. അത് കണ്ടു വളർന്നവരാണ്. അപ്പോ ഈ സാഹിത്യത്തിൽ മറ്റൊരു ജന്മിത്വം വലിയൊരു തറവാട് ഉയർത്തി കാണിച്ചത് അതിന്റെ കാരണവരായി വാണകാലത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ട് സാർ. ഞാനൊരു സാധാരണ വായനക്കാരനാണ്. എനിക്ക് നല്ല ഉറപ്പുള്ള ഒരു കാര്യം, MT എന്ന മഹാബിംബത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ മഹാസൂര്യന്റെ വെളിച്ചത്തിൽ കാണാതെ പോയ ഞാനൊരു 10-15 എഴുത്തുകാരെങ്കിലും കണ്ടിട്ടുണ്ട്. OV വിജയൻ തൊട്ട് CR പരമേശ്വരൻ വരെ എത്രയോ പേര്, VKN തൊട്ട് ഇങ്ങനെ എണ്ണിയെടുത്താൽ എത്രയോ പേര് മലയാളത്തിൽ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൂര്യ തേജസ് മാത്രം പോരാ, നക്ഷത്രങ്ങളും വേണം ഈ മണ്ണിൽ. അതുകൊണ്ട് ചോദ്യം വളരെ പ്രധാനമാണ്. MTക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.